എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ നമ്മൾ പലയിടത്തുനിന്നും കേട്ടിരിക്കുന്നത് എന്താ? ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നതാണ്. അത് ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഇടുക്കവും ഞെരുക്കവും, അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഴകിയ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ്. അല്ല അല്ലേ? എന്താ ദൈവം ഉദ്ദേശിച്ചത്? ദൈവം ഉദ്ദേശിച്ചത് നമ്മൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിൽ അത് ഇച്ചിരി കഷ്ടപ്പെട്ടാലേ അതിനകത്തോട്ട് നമ്മൾക്ക് പ്രവേശനം ലഭിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ചിലതിനോടൊക്കെ നമ്മൾ നോ പറയണം, ചിലതിൻ്റെ അകത്തോട്ടൊന്നും നമ്മൾ പ്രവേശിക്കരുത്. അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് നമ്മളുടെ മുൻപിലുണ്ട്. അപ്പോൾ ഈ ഒരു ജീവിതപ്രകാരം വേണം നമ്മൾ എങ്ങോട്ട് കടക്കുവാനായിട്ട്? നിത്യതയിലോട്ട് നമ്മൾ കടക്കുവാനായിട്ട്, ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കുവാനായിട്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള സാധാരണ എല്ലാവരും ജീവിക്കുന്നത് പോലെ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് ഈ വചനഭാഗങ്ങളിലൂടെയെല്ലാം. എന്തുകൊണ്ടോ നമ്മളൊക്കെ പലപ്പോഴും അതിനെ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഓ എൻ്റെ ഈ കഷ്ടം ദുരിതം ദുഃഖം എന്ന് വെച്ചാൽ എൻ്റെ പരാജയം, അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക സാമ്പത്തിക പരാധീനതകൾ, ഇതെല്ലാം ഇതൊക്കെ എൻ്റെ ക്രിസ്ത്യൻ ലൈഫിനകത്തുള്ളതാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണും ദൈവം എന്താണ്. ദൈവം സമൃദ്ധി തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു മെസ്സേജ് കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ സംഭവം ഇതായിരുന്നു. നമ്മുടെ എന്താ പറയുക, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് പറയുന്ന നമ്മുടെ ശിഷ്യന്മാരോട് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ആഴത്തിലോട്ട് നീക്കി വലയിറക്കാൻ പറയുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ മെസ്സേജ് വേറൊരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ മെസ്സേജ് നമ്മളുടെ ശൂന്യതകളെ പണിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ദൈവം എന്നോട് സംസാരിച്ച ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത് എങ്ങനെയാണ്? ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാത്ത ദൈവമല്ല. ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾക്ക് സാമ്പത്തികമായ എന്താ പറയുക ഉയർച്ച തരുന്ന ഒരു ദൈവം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയും ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടുവരിക്കുന്നവർക്ക് കഷ്ടവും ദുഃഖവും ദുരിതവുമാണ്, അവർക്ക് കഷ്ടപ്പാടുകളാണ്, അവർ വലിയ നല്ല രീതിയിൽ ജീവിക്കുവാൻ പാടില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു കുറേ റെസ്ട്രിക്ഷൻസ് നമ്മളുടെ മുൻപിൽ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശിഷ്യന്മാർ മഹാ കഷ്ടത്തിലൂടെ കടന്നുപോയി. അവർ കടന്നുപോയ കഷ്ടം വേറെ, അതല്ലാതെ ദാരിദ്ര്യത്തിലൂടെയാണ് അവർ കടന്നു പോയത് എന്ന് ഒക്കെ ഉള്ളൊരു ധാരണ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മളെ അങ്ങനെയൊക്കെ ആരൊക്കെയോ പഠിപ്പിച്ചും ആരൊക്കെയോ നമ്മളെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിപ്പിച്ചിട്ടും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ആ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ദൈവമേ അങ്ങേ ആരാധിക്കാൻ ഇറങ്ങിപ്പെട്ടിട്ട് ഈ ശിഷ്യന്മാർ ഇത്രയും കഷ്ടത്തിലൂടെയാണോ കടന്നു പോയത്? എന്ന് വെച്ചാൽ നമ്മൾക്കറിയാമല്ലേ, അവർ വിശന്നിട്ട് കതിർമണി പറിച്ച് തിന്നതൊക്കെ നമ്മൾ കണ്ടു. യേശു വന്നിട്ട് എന്താ പറയുക അത്തിമരത്തെ ശപിച്ചത് കൊണ്ട്, അതിനകത്ത് കായൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ വിശപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വിശപ്പെന്ന് പറയുന്ന സംഭവം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് നല്ല സമൃദ്ധി ഉണ്ടെങ്കിലും ഈ വിശപ്പെന്ന് പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാത്ത ആരുമില്ല അല്ലേ? കാരണം എന്താണ്? അപ്പോൾ നമ്മളൊരു ലോങ് യാത്രയിലാണ്. അപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റണമെന്ന് വരില്ല. അതുപോലെ തന്നെ സുവിശേഷകരെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ എടുത്ത് നോക്കിക്കും, അവർക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടത്തില്ല. കാരണം 10 മണി തൊട്ട് 1 മണി വരെ ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണി കൊണ്ട് മീറ്റിംഗ് നിൽക്കത്തില്ല. അത് ചിലപ്പോൾ പരിശുദ്ധാത്മാവ് 2, 2:30, 3 മണി 4 മണി വരെയൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയി എന്നിരിക്കും. അതിനുശേഷം എന്താണ്? അതിനുശേഷം പ്രാർത്ഥിക്കുവാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കും അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ വിശപ്പിൻ്റെ വിളിയൊക്കെ നമ്മൾ അറിയാറുണ്ട്. അത് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല അല്ലേ? എന്ന് വെച്ചാൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമയം പോകുന്നത് അറിയത്തില്ല. ഇനി എന്തിനേറെ പറയുന്നത്, നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ ചില ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇതൊന്ന് പഠിച്ച് തീർന്നിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും ഇതൊന്ന് പഠിപ്പിച്ച് തീർന്നിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയും ഈ ജോലി ഒന്ന് തീർത്തിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിരിക്കണം. യേശുവും ശിഷ്യന്മാരും അവരുടെ വേല കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വിശന്നു, അതായിരിക്കണം അതിൻ്റെ അർത്ഥം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതല്ല എൻ്റെ ടോപ്പിക്ക്. എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ്. ദൈവം നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവമാണ് എന്നുള്ളതിൻ്റെ 2 വചനഭാഗങ്ങളിലൂടെയാണ് ഞാനിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിനകത്തോട്ട് തന്നെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അല്ലേ?
അവിടെ യേശുക്രിസ്തു അല്ലെ ഗദരദേശത്തെ അല്ല ഗനേസര തടാകത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ പുരുഷാരം യേശുക്രിസ്തുവിനെ തിങ്ങിക്കൂടി അല്ലെ തിക്കി. എന്തിനാ തിക്കിക്കൂടിയത്? യേശുക്രിസ്തുവിന്റെ വായിൽ നിന്നുള്ള ആ തിരുവായ് മൊഴികൾ കേൾക്കുവാനായിട്ട് അവര് യേശുക്രിസ്തുവിന്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്തത്? അവിടെ ഷീമോനുള്ള പടകിൽ ഒന്നിൽ യേശുക്രിസ്തു കയറി അല്ലെ. എന്നിട്ട് ആ പടക് കുറച്ച് പുറകോട്ട് മാറ്റാൻ പറഞ്ഞു. യേശുക്രിസ്തു അതിനകത്ത് കയറിയിരുന്ന ശിഷ്യൻ അവിടുത്തെ കൂടിയിരിക്കുന്ന ജനത്തോട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു അല്ലെ. ഇതെല്ലാം പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞിട്ട് യേശുക്രിസ്തു യേശുക്രിസ്തുവിന് കാര്യം മനസ്സിലായി. കാരണം ഒരു പടക്, ഇവരെന്താണ് ഈ പടകിനകത്ത് പറയുകയാണ്, അവര് വല കഴുകുക എന്ന് വെച്ചാൽ അവർക്കൊന്നും കിട്ടിയില്ല. അവരുടെ പടകും ശൂന്യമാണ്, അവരുടെ വലയും ശൂന്യമാണ്, ശിഷ്യന്മാർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവര് ഒന്നും അന്നാരും ശിഷ്യരായിട്ടില്ല. അപ്പോൾ ഇവർക്കൊന്നും കിട്ടാതിരിക്കുന്ന സമയമാണ് അല്ലെ. അപ്പോൾ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു വന്നിട്ട് ഇവരോട് പറയുകയാണ്, എന്താ ചെയ്യണ്ടേ? അങ്ങോട്ട് നീക്കി, ആഴത്തിലോട്ട് നീക്കി വല ഇറക്കുവാനായിട്ട് പറഞ്ഞു അല്ലെ. അപ്പോൾ ആഴത്തിലോട്ട് നോക്കി വല ഇറക്കുവാൻ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. എന്ന് വെച്ചാൽ ഷീമോനും നമ്മുടെ യോഹന്നാനും യാക്കോബും ഇവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ്. കാരണം അവരുടെ ജോലി അത്, അല്ലെങ്കിൽ അവരുടെ അപ്പന്മാരുടെ ജോലി അത്, അല്ലെങ്കിൽ അവരുടെ കുലത്തൊഴിലത്. അവർക്ക് അതുകൊണ്ട് ഈ മീൻ പിടിച്ച് നല്ല പരിചയമുണ്ട്. അവരുടെ എല്ലാ എഫേർട്ടുകളും ഇട്ടിട്ട് അവരെന്ത് ചെയ്തത്? അവർ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പടക ശൂന്യമാണ്, വല ശൂന്യമാണ് എന്ന് ഇവര് ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞു? ആഴത്തിലോട്ട് നീക്കി വല ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവര് വല ഇറക്കാൻ പോകുന്ന യേശു ചൂണ്ടിക്കാണിച്ച സ്ഥലമൊക്കെ അവര് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ. കാരണം ഇവർക്കറിയാം, ഇവർക്ക് പണി അറിയാവുന്നവരാ. അതുകൊണ്ട് ഇവർ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എങ്കിലും യേശുവിൻ്റെ വാക്കിൽ വല ഇറക്കാമെന്ന് അവർ പറഞ്ഞ് ദൈവം പറഞ്ഞതനുസരിച്ചു അവർ ആഴത്തിലോട്ട് നീക്കി വല ഇറക്കി. അപ്പോൾ എവിടുന്നാണ് വന്നതെന്ന് അറിഞ്ഞുകൂടെ? മീൻ അല്ലേ. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാൽ അവിടെയുള്ള മീനുകളെല്ലാം കൂടെ വന്ന് അതിനകത്ത് കയറിയിട്ടുണ്ടാകും. എന്നിട്ട് ഇവരുടെ വല കീറിപ്പോകുന്ന വിധത്തിൽ ഇവർക്ക് പടക് മുങ്ങുമാർ ഇവർക്ക് മീൻ കിട്ടിയെന്നാണ് പറഞ്ഞത്. അത്ര മീൻ കിട്ടിയിട്ടും തികഞ്ഞില്ല. എന്നിട്ട് ഇവർക്കൊന്നും ആ വല വലിച്ചു കയറ്റുവാൻ പോലും പറ്റണില്ല, അതുപോലെ മീനാണ്. അപ്പോൾ എന്താണ്, അടുത്ത പടകിലുള്ളവരെയും വിളിച്ചു, അടുത്ത കിടന്ന പടകിനെയും വിളിച്ചു. എന്നിട്ട് അവരോട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ 2 പടകുകളും നിറച്ചവർക്ക് എന്ത് കിട്ടിയിരിക്കുക? മീൻ കിട്ടിയിരിക്കുക അല്ലേ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാ എന്ന് പറഞ്ഞു. കാരണം പത്രോസിന് മനസ്സിലായി, ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു സാധാരണക്കാരനല്ല, ഒരു സാധാരണക്കാരനെ കൊണ്ട് നടക്കുന്ന പരിപാടി അല്ല ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഒരു സാധാരണക്കാരന് നടക്കേണ്ട പണിയൊക്കെ ആർക്കറിയാം? പത്രോസിനറിയാം. അത് കഴിഞ്ഞ് പരാജയപ്പെട്ടിട്ടാണ് പത്രോസ് വന്നത്. അപ്പോൾ ഇവിടെ ഈ ദൈവം പറഞ്ഞത് കേട്ട് വലയിറക്കിയപ്പോൾ ആ പടക് നിറച്ച് മീൻ കിട്ടി. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് എന്ന് ആര് തിരിച്ചറിഞ്ഞിരുന്നു? പത്രോസ് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇതാരാണ്? ഇത് ദൈവമാണെന്ന് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ ഒരു മനുഷ്യനായെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം. എന്നിട്ട് അവരോട് ദൈവം എന്താ പറഞ്ഞു? പത്രോസേ ശരിയാ, നീ പാപിയാ എന്നൊന്നും പറയാനായിട്ട് പോയില്ല. അവരോട് എന്താ പറഞ്ഞു? നിങ്ങളെ ഞാൻ എന്താക്കാനായിട്ട് പോകുക? ഇന്ന് വരെ നിങ്ങൾ മീൻ പിടിക്കുന്നവരായിരുന്നു, എന്നാൽ ഇന്ന് തൊട്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ ആരായിത്തീരുക? മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാനായിട്ട് പോകുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലെവല്, നിങ്ങൾക്ക് വേറെ ഡ്യൂട്ടി ഞാൻ ഏൽപ്പിച്ചിരിക്കുക, നിങ്ങളെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എന്താണ് അവിടെ ആ പടകും വള്ളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവർ ദൈവത്തെ അനുഗമിച്ചു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവർക്ക് മനസ്സിലായി, ഇവരുടെ അധ്വാനത്തിൻ്റെ എല്ലാം, ഇവരുടെ ഇന്നുവരെയുള്ള ജീവിതത്തിൻ്റെ അധ്വാനത്തിൽ ഇവർക്ക് ലഭിക്കാത്ത അത്രയും നന്മ കൊടുത്ത ഒരു ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ പടക് ഒരിക്കലും ശൂന്യമാകത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ വരുമാന മാർഗം ഒരിക്കലും നിലയ്ക്കത്തില്ല എന്ന് ആർക്ക് മനസ്സിലായി? പത്രോസിന് മനസ്സിലായി, ശിഷ്യന്മാർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? അവരതെല്ലാം ഉപേക്ഷിച്ച് നന്മ തന്നവനെ, നന്മയുടെ പുറകെ പോകുകയല്ല ചെയ്ത്, നന്മ തന്നവനെ അനുഗമിക്കുവാൻ അവർ മുൻപോട്ട് പോയി. ആ അരുമനാഥൻ്റെ പുറകെ അവർ പോയി എന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. ഇനി ആ ശിഷ്യന്മാരുടെയൊക്കെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവരുടെ ഒന്നും പട്ടിണിയെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ ഒന്നും, പിന്നെ നമ്മൾ ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു. പക്ഷേ ഒരു പട്ടിണി കിടന്നതായിട്ടൊന്നും അവിടെ നമ്മൾക്ക് വലിയ കാര്യമായിട്ടൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. ആരുടെ കൂട്ടത്തിൽ? ഗുരുവിൻ്റെ കൂട്ടത്തിൽ നടന്ന സമയങ്ങളിൽ അല്ലേ, 3.5 വർഷക്കാലം അവർക്കൊന്നിനും കുറവുണ്ടായിട്ടില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താ? അവിടെ യേശുക്രിസ്തു മരിച്ചു അല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ്? ശിഷ്യന്മാർ, ഗുരു പോയി, ഇത്രയും നാൾ ഞങ്ങളെ തീറ്റിപ്പോയിട്ട് ഗുരു പോയി, ഇനി ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പഴയ തൊഴിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ പത്രോസും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോളം പറഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ശിഷ്യന്മാർ എന്താ ചെയ്തത്? ഈ പത്രോസിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും വരുവാന്ന് പറഞ്ഞ് പോയി അല്ലേ. എന്നിട്ട് ഇവർ മീൻ പിടിക്കുവാനായിട്ട് ഇവർ പോയി. എന്നിട്ട് ഇവർ പോയിട്ടോ
മീൻ കിട്ടിയോ? അവിടെയും അവർക്ക് മീനൊന്നും കിട്ടിയില്ല അല്ലേ. എന്നാൽ ഇതറിഞ്ഞ നാഥൻ ഉയർത്തെഴുന്നേറ്റത് ഇവരറിഞ്ഞതാ. പക്ഷെ ഇവർക്ക് എന്താണ്, ഇവർക്കത് അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇവരെ അത് ഗ്രഹിച്ചിട്ടില്ല. യേശു പറഞ്ഞിരുന്നു ഇവരോട് കൂടി ഉണ്ടായിരുന്നപ്പോൾ, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവരത് ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, യേശു ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങൾ പഴയ പണിക്ക് പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസും ടീമും കൂടെ പോയത്. പക്ഷെ അവർക്ക് മീൻ കിട്ടിയോ? കിട്ടിയില്ല അല്ലേ. അവർക്ക് കിട്ടിയില്ല. അപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ കിട്ടിയില്ല. എന്നാൽ അരുമനാഥൻ അവിടെ വന്നു അല്ലേ. അരുമനാഥൻ അവിടെ വന്നിട്ട് അവരോട് ചോദിച്ചു, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുമില്ല, പടക് ശൂന്യമാ, ഒന്നും കിട്ടിയില്ല അല്ലേ. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞു, നിങ്ങൾ വലതുവശത്തോട്ട് നോക്കി ഈ വലതുവശത്തേക്ക് വല ഇറക്കാൻ പറഞ്ഞു. അവർ വലയിറക്കിയപ്പോൾ അവിടെ എന്താണ്, അവർക്ക് 153 വലിയ മത്സ്യങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞു. അത് വലിയ മത്സ്യങ്ങളെ, ചെറിയ കാപ്പിരി ഒന്നുമല്ല, വലിയ മത്സ്യങ്ങളെ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 2 പടക് നിറച്ചും കിട്ടി അല്ലേ. എന്നാൽ ഇവിടെ എന്താണ്, 153 വലിയ മത്സ്യങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആദ്യത്തിനകത്ത് ചെറുതും വലുതും എല്ലാം അതിനകത്ത് പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ 153 വലിയ മത്സ്യങ്ങളെ കിട്ടി എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു നന്മയുടെ സമൃദ്ധി നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലെ. എന്നിട്ട് എന്താണ്, അവരെന്നിട്ട് അത് വല കീറി പോകുന്ന വിധത്തിൽ അത്രയും മത്സ്യം ഉണ്ടായിരുന്നു. 153 ആണെങ്കിലും അത് അത്രയും വലിയ മത്സ്യമായിരുന്നു അല്ലെ. അപ്പോൾ അവർക്കത് കിട്ടി. അവിടെയും നമ്മൾക്ക് മനസ്സിലായി, അവരുടെ ശൂന്യതകളെ നികത്തിയ ഒരു കർത്താവിനെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ആലോചിച്ച്, നമ്മളെ വിളിച്ചിറക്കിയ നാഥൻ നമ്മളെ പട്ടിണിക്കിടുവോ? നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ കരം നീട്ടുവാൻ അനുവദിക്കുവോ? നമ്മളെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുവോ? അങ്ങനത്തെ അനുവദിക്കുന്ന ദൈവമല്ല കേട്ടോ. ഈ ദൈവത്തെ വിളിച്ച്, ഈ ദൈവത്തെ തേടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഈ ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്ന് വെച്ചാൽ ഞാൻ ആത്മീയകാര്യമല്ല പറയുന്നത്, ഭൗതിക വിഷയങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് എന്ന് ഈ 2 വചനഭാഗങ്ങളിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ചതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. കാരണം അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ് അല്ലേ. എനിക്ക് മാത്രം അവിടെ അങ്ങനെ വന്നിരിക്കുന്നതല്ലേ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവരെന്താണ്, അടുത്ത് കിടന്ന് ആ ഒരു പടകും വിളിച്ചു അല്ലെ. അതിനകത്ത് നിറച്ചു. ഒന്നിനും കൊണ്ട് തൃപ്തിയായില്ല, 2ഉം നിറച്ചു. അവിടെ ശൂന്യമായി കിടന്ന പടകിനെ എല്ലാം നിറച്ചു. അപ്പോൾ ഇതാണ് ദൈവം എന്ന് വെച്ചാൽ, നമ്മളെ ഒരാളെ മാത്രം അനുഗ്രഹിക്കുവാനായിട്ട്, എന്നെ മാത്രം അനുഗ്രഹിക്കുവാനല്ല, എന്നെ പോലെ നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഈ ദൈവം നമ്മളെ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ 2 വചനഭാഗങ്ങൾ വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഞെരുക്കത്തിലൂടെയും ഇടുക്കത്തിലൂടെയും എന്താ പറയുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾ സാമ്പത്തികമായി ഭയങ്കര ഞെരുക്കത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ദൈവസന്നിധിയിലെ വചനം വെച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മൾക്ക് ഈ വചനത്തിൻ്റെ വിടുതലുകൾ, സമൃദ്ധി, ശൂന്യമായ പടകിനെ നിറയ്ക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കാണുവാനായിട്ടിടയാകും. എന്ന് വെച്ചാൽ അവൻ ചുമ്മാ ഇച്ചിരി നിറച്ചു തരുന്ന ദൈവമല്ല, ശൂന്യമായ പടകിനെ മുഴുവൻ നിറയ്ക്കുന്ന ദൈവമാണ്, സമൃദ്ധിയായിട്ട് നിറയ്ക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ശൂന്യമായ പടകുമായിട്ടിരിക്കുന്നവരൊക്കെ ഇന്ന് ഈ വചനം വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കടന്നു ചെന്ന് ദൈവം ഇന്ന് നിറയ്ക്കുവാനായിട്ട് പോകുക. എന്നെയും നിറയ്ക്കും, നമ്മളെയൊക്കെ ദൈവം നിറയ്ക്കും. കാരണം ദൈവം അങ്ങനത്തെ ദൈവമാണ്. ദൈവം നമ്മളെ വിളിച്ചിറക്കിയിട്ട് നമ്മളെ ചുമ്മാ ഇങ്ങനെ ദാരിദ്ര്യത്തിലോട്ട് വിടുന്ന ദൈവമല്ല കേട്ടോ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹത്തിലേക്ക് തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് ആത്മീയമായും ഭൗതികമായും എല്ലാം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.